നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോർട് ലൈവിലേക്ക്. മുന്നോക്ക സംവരണ ബിൽ ലോക്സഭയും കടന്ന് ഇന്ന് രാജ്യസഭയിലെത്തുന്നു. അതാണ് ഒരു പ്രധാന വാർത്ത. മറ്റൊരു പ്രധാന വാർത്ത, ദേശീയ പണിമുടക്ക് രണ്ടാം ദിവസവും നാടിനെ സ്തംഭിപ്പിക്കുന്നു. ട്രെയിൻ തടഞ്ഞവരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നു. മറ്റൊരു വാർത്ത, കുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ്. കളക്ടറോട് ഈ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. തൊഴിലാളി സംഘടനകൾ ദേശീയ വ്യാപകമായി നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ജനജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ വേനാട് എക്സ്പ്രസ് പ്രതിഷേധക്കാർ തടഞ്ഞു. പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത ശേഷം 40 മിനിറ്റ് വൈകിയാണ് വേനാട് എക്സ്പ്രസ് പുറപ്പെട്ടത്. ഇന്നലത്തെ അതേ സാഹചര്യം തന്നെയാണ് ഇന്നും സംസ്ഥാനത്ത്. വാഹനങ്ങൾ തടയുകയോ കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ലെന്ന സമരസമിതി അംഗങ്ങളുടെ പ്രഖ്യാപനം പ്രാവർത്തികമായില്ല. ഇതോടെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. ആദ്യ ദിവസം തന്നെ സംസ്ഥാനത്ത് ഹർത്താലിന് തുല്യമായ അവസ്ഥയായിരുന്നു. പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതെയും കടകൾ തുറന്ന് പ്രവർത്തിക്കാതെയും പണിമുടക്ക് ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ പോലും തുറന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയായിരുന്നു. പണിമുടക്കുന്ന തൊഴിലാളികൾ രാവിലെ 11 മണിക്ക് മണ്ഡി ഹൌസിൽ നിന്നും പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. BMS ഒഴികെയുള്ള സംഘടനകളാണ് പണിമുടക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ജനജീവിതത്തെ ഹർത്താൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ജനജീവിതത്തെ പൂർണ്ണമായും ബാധിച്ചിട്ടില്ല. ഓഫീസുകളും കടകളും സ്കൂളുകളും എല്ലാം തുറന്ന് പ്രവർത്തിച്ചു. ശബരിമലയിൽ മറ്റൊരു പ്രധാന വാർത്ത, ശബരിമലയിൽ കുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നുള്ളതാണ്. ചിത്തിരാട്ട വിശേഷ സമയത്ത് നട തുറന്നപ്പോൾ സന്നിധാനത്ത് കുട്ടികളടക്കമുള്ള ഭക്തർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഉത്തരവ് തെറ്റിച്ചാൽ കർശന നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തർക്കെതിരെ പോലീസ് നടത്തിയ നരനായാട്ടിൽ സംസ്ഥാന സർക്കാരിനോടും ജില്ലാ കളക്ടറോടും ദേശീയ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു. സംസ്ഥാനത്ത് ഗുരുതരമായ സാഹചര്യമാണെന്നാണ് കമ്മീഷൻ വിലയിരുത്തിയത്. പിന്നാലെ കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വിശദമായ റിപ്പോർട്ട് കമ്മീഷൻ അധ്യക്ഷന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ കെ വാസുകിയെ വിളിച്ചു വരുത്തി വിശദാംശങ്ങൾ തേടാൻ കമ്മീഷൻ തീരുമാനിച്ചത്. ഈ മാസം 21 രാവിലെ 11 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ കളക്ടർ തയ്യാറാവാത്തതും കമ്മീഷൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 15 ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഇതുവരെയും തയ്യാറാക്കി നൽകാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. കമ്മീഷന് മുന്നിൽ ഹാജരാകാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ജില്ലാ കളക്ടർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ചിത്തിരാട്ട വിശേഷത്തിനായി നട തുറന്നപ്പോഴായിരുന്നു സന്നിധാനത്ത് നാമം ജപിച്ചതിന് അയ്യപ്പ ഭക്തരെ പോലീസ് തല്ലിച്ചതച്ചത്. പോലീസ് അതിക്രമം നേരിട്ട തിരുവനന്തപുരത്തെ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളുമാണ് പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത്. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങളും പരാതിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. ഈ 3 പ്രധാന വാർത്തകളും മുന്നോക്ക സംവരണ ബിൽ ലോക്സഭയുടെ പടി കടന്ന് രാജ്യസഭയിലെത്തുമ്പോൾ അതിനെ പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെ കാണും? ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം ഈ വിഷയത്തെ കാണുന്നത്. പ്രത്യേകിച്ചും ഇതുവരെ ഒരു സർക്കാരും നടപ്പാക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ നടപ്പാക്കുമ്പോൾ മുന്നോക്ക വിഭാഗത്തെ സംബന്ധിച്ച് അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ സാഹചര്യത്തിൽ NSS അടക്കമുള്ള സംഘടനകൾ മുന്നോക്ക സംവരണ ബില്ലിനെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്തു. ചെറിയ വിയോജിപ്പുകൾ മറ്റ് സാമുദായിക സംഘടനകൾക്കുണ്ട് ഈ വിഷയത്തിൽ. എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ CPM അനുകൂല നിലപാടാണ് മുന്നോക്ക സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വളരെ പോസിറ്റീവായി തന്നെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കോൺഗ്രസിന്റെയും CPMന്റെയും പിന്തുണ ലഭിച്ചിരുന്നു. ഇന്ന് രാജ്യസഭയിൽ എത്തുമ്പോഴും അത് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആദ്യം രാജ്യസഭയിൽ ബില്ല് എതിർക്കപ്പെടുമെന്ന് കരുതിയിരുന്നത്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ സാധ്യതകൾ കുറവാണ്. ഏതായാലും മുന്നോക്ക സംവരണ ബിൽ ഇതുവരെ കാണാത്ത വലിയ മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരും. സാമ്പത്തിക സംവരണം വരുന്നതോടുകൂടി സമൂഹത്തിലെ മുന്നോക്ക വിഭാഗക്കാർക്കും അതിന്റെ ഗുണം ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം ദിവസവും പൊതുപണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകൾ, ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ ഈ ഒരു സ്ഥിതി തുടർന്നാൽ പൂർണ്ണമായും ജനജീവിതം സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊരു വിവരം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഭക്തർ നൽകിയ, വിശ്വാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അതിക്രമത്തിനെതിരെ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെന്നുള്ള വാർത്ത. ഈ 3 വാർത്തകളാണ് കേരളം ഇപ്പോൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം.